പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് നവംബർ 1. ഏവർക്കും കേരളപ്പിറവി ആശംസകൾ. ഒരു പുതിയ ദിവസം, അതുപോലെ തന്നെ കേരളത്തിന്റെ പുതിയ ദിനം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്കൊരു ആവേശമാണ്. ഇന്ന് നവംബർ 1 ജേർണലിസ്റ്റ് കറണ്ട് അഫേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി നമുക്ക് നോക്കാം ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഹിസ്റ്റോറിയൻ രാഘവ് വാര്യർ ഗെറ്റ്സ് കേരള ജ്യോതി അവാർഡ്. ചരിത്രകാരൻ രാഘവ് വാര്യർക്ക് കേരള ജ്യോതി അവാർഡ്. ഇന്നലെയാണ് കേരള ജ്യോതി അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. 2025 ഒക്ടോബർ 31 അതായത് നവംബർ 1 തലേ ദിവസം ആണ് കേരള അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. 3 അവാർഡ്സ് ആണ് കേരള അവാർഡിൽ ഉൾപ്പെടുന്നത്. ഒന്ന് കേരള ജ്യോതി, മറ്റൊന്ന് കേരള പ്രഭ, മൂന്നാമത്തേത് കേരള ശ്രീ. കേരള ജ്യോതി എപ്പോഴും ഒരു വ്യക്തിക്കും, അതുപോലെ തന്നെ കേരള പ്രഭ ഈ പ്രാവശ്യം നൽകിയിട്ടുള്ള 2 പേർക്കാണ്. മൂന്നാമത്തേത് കേരള ശ്രീ 5 പേർക്ക്. 2021 കേരള സർക്കാർ ഈ 3 അവാർഡും പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന 3 അവാർഡ്സ് ആണ് കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. ഇതിൽ കേരള ജ്യോതി ലഭിച്ചിട്ടുള്ളത് രാഘവ് വാര്യർ. അദ്ദേഹം ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രാഘവ് വാര്യർ. അദ്ദേഹത്തിനാണ് കേരള ജ്യോതി ദ ടോപ്പ് മോസ്റ്റ് അവാർഡ്, കേരള അവാർഡ് 2025 ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വ്യക്തികൾ PB അനീഷ് അഗ്രികൾച്ചറും രാജശ്രീ വാര്യർ ആർട്സ് ആണ്. കേരള പ്രഭ എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത് 2 പേർക്കാണ്. കേരള പ്രഭ, രാഘവ വാര്യർ കേരള ജ്യോതിയാണെങ്കിൽ PB അനീഷ് അഗ്രികൾച്ചർ, രാജശ്രീ വാര്യർ ആർട്സിലേക്കാണ് ലഭിച്ചിട്ടുള്ളത്. മൂന്നാമത്തേതായിട്ടുള്ള കേരള ശ്രീ 5 പേർക്കാണ്. ഇതിൽ ഒരു പായ്ക്കപ്പലിൽ ലോകം ചുറ്റി വന്നിട്ടുള്ളത് അത് അഭിലാഷ് ടോമിയാണ്. അദ്ദേഹം ഈ പ്രാവശ്യത്തെ കേരള ശ്രീ അവാർഡിന് അർഹനാണ്. അപ്പോൾ ടോട്ടൽ 8 പേർക്കാണ്. ഒന്ന് രാഘവ് വാര്യർ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, 2 PB അനീഷ്, മൂന്നാമത്തേത് രാജശ്രീ വാര്യർ. വൈസ് അഡ്മിറൽ സമീർ സക്സേന FOCNC സദേൺ നേവൽ കമാൻഡ്, ദക്ഷിണ നാവിക കമാൻഡിന്റെ FOCNC വൈസ് അഡ്മിറൽ സമീർ സക്സേന. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നേവൽ കമാൻഡുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നേവിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് FOCNC എന്ന് പറയുന്ന സ്ഥാനം. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഒക്ടോബർ 31 സദേൺ നേവൽ കമാൻഡിന്റെ FOCNC ആയിട്ട് ടേക്ക് ഓവർ ചെയ്ത വ്യക്തിയാണ് വൈസ് അഡ്മിറൽ സമീർ സക്സേന AVSM NM. അതായത് FOCNC എന്ന് പറയുമ്പോൾ ഒരു കമാൻഡിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ന് ഇന്ത്യൻ നേവിക്ക് 3 കമാൻഡ്സ് ആണുള്ളത്. ഒന്ന് സദേൺ നേവൽ കമാൻഡ്, മറ്റൊന്ന് വെസ്റ്റേൺ നേവൽ കമാൻഡ്, മൂന്നാമത്തത് ഈസ്റ്റേൺ നേവൽ കമാൻഡ്. വെസ്റ്റേൺ നേവൽ കമാൻഡ് മുംബൈ, ഈസ്റ്റേൺ നേവൽ കമാൻഡ് വിശാഖപട്ടണം. സദേൺ നേവൽ കമാൻഡ് ആണെങ്കിൽ കൊച്ചിയാണ്. സദേൺ നേവൽ കമാൻഡിന്റെ ഹെഡ് ക്വാർട്ടർ ആയിട്ടുള്ള കൊച്ചിയിലെ ആ ഒരു സ്ഥാനത്തേക്ക് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആണ് വൈസ് അഡ്മിറൽ സമീർ സക്സേന AVSM അതിവിശിഷ്ട സേവാ മെഡൽ, NM നൗസേന മെഡൽ. ഈ ഒരു സ്ഥാനം, അതായത് FOCNC എന്ന സ്ഥാനം കൈമാറിയിട്ടുള്ള വ്യക്തിയാണ് വൈസ് അഡ്മിറൽ V ശ്രീനിവാസൻ, PVSM AVSM NM. PVSM പരം വിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, നൗസേന മെഡൽ എന്നീ 3 മെഡൽസ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് വൈസ് അഡ്മിറൽ V ശ്രീനിവാസൻ. ട്രെയിനിങ് കമാൻഡ് ഹെഡ് ക്വാർട്ടർ ആണ് കൊച്ചി. ഇപ്പോഴത്തെ കറന്റ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആണ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് നേവിയുടെ ഇപ്പോഴത്തെ ചീഫ്. ഫിഡെ ചെസ് വേൾഡ് കപ്പ് 2025 ഇനോഗ്രേറ്റഡ് ഇൻ ഗോവ. ഫിഡെ ചെസ് ലോകകപ്പ് 2025 ഗോവയിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമുക്കറിയാമായിരുന്നു ഫിഡെ ചെസ് വേൾഡ് കപ്പ് ഇന്ത്യയിൽ ഗോവയിൽ നടക്കാൻ പോകുന്ന കാര്യം. ഇന്നലെയായിരുന്നു അതിൻ്റെ ഓപ്പണിംഗ് സെറമണി. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 31 ഒക്ടോബറിനാണ് ഫിഡെ വേൾഡ് കപ്പ് ചെസ് അതിൻ്റെ ഓപ്പണിംഗ് സെറമണി നടന്നിട്ടുള്ളത്. ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി സ്റ്റേഡിയം ഗോവയിലുള്ള ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ, അതായത് ഫിഡെ വേൾഡ് കപ്പ് 2025 ആ ഒരു കപ്പിന് നൽകിയിട്ടുള്ള പുതിയ പേരാണ് വിശ്വനാഥ് ആനന്ദ് കപ്പ്. 2025 നടക്കുന്ന ഫിഡെ വേൾഡ് കപ്പ് ഇത് ഗോവയിലാണ്. ഈ പ്രാവശ്യത്തെ ആ വേൾഡ് കപ്പിന് നൽകിയിട്ടുള്ള പേരാണ് വിശ്വനാഥ് ആനന്ദ് കപ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് വിശ്വനാഥ് ആനന്ദ്. ആകെ 206 പ്ലെയേഴ്സ് ആണ് പങ്കെടുക്കുന്നത് ഫിഡെ വേൾഡ് കപ്പ് 2025 ഗോവയിൽ. ഇതിൽ ഇന്ത്യയിൽ നിന്ന് 24 പേരുണ്ട്. 24 പേർ ഇന്ത്യൻസ് ആണ്. ഇതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ ചാമ്പ്യൻ ആയിട്ടുള്ള D ഗുഗേഷ്. അദ്ദേഹം അതുപോലെ തന്നെ നിരവധി ടോപ്പ് ലെവലിലുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മത്സരമാണ്. 30 ഒക്ടോബർ മുതൽ നവംബർ 7 വരെ
നടക്കുന്നത് ഗോവയിലെ റിസോർട്ട് റിയോ എന്ന ഒരു റിസോർട്ടിൽ വെച്ച് നടക്കുന്ന ഒരു മത്സരമാണ് ഫിഡെ വേൾഡ് കപ്പ്. ഇതിന്റെ ഓപ്പണിംഗ് സെറമണി ആയിരുന്നു ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി സ്റ്റേഡിയം, ഗോവ. ഇന്ത്യസ് വുമൻസ് ഹെൽത്ത് ക്യാമ്പയിൻ സെറ്റ്സ് 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്. ഇന്ത്യയുടെ വനിതാ ആരോഗ്യ ക്യാമ്പയിൻ 3 ഗിന്നസ് ലോക റെക്കോർഡുകൾ സ്ഥാപിച്ചു. കഴിഞ്ഞ മാസം ഇതിനെക്കുറിച്ച് കറണ്ട് അഫയേഴ്സിൽ വന്നിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഹെൽത്ത് ക്യാമ്പയിൻ ആണ് ആരംഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഹെൽത്ത് മിനിസ്ട്രിയുടെ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ ആയിരുന്നു കഴിഞ്ഞ മാസം ആരംഭിച്ച സ്വസ്ഥ നാരി സശക്ത പരിവാർ അഭിയാൻ SNSPA. ഈ ഒരു ക്യാമ്പയിൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ്. ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു സ്വസ്ഥ നാരി സശക്ത പരിവാർ അഭിയാൻ. ഇതിൽ 3.21 കോടി ജനങ്ങളാണ് ഹെൽത്ത് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനാണ് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് 3.21 കോടി ജനങ്ങളാണ് ഹെൽത്ത് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരാഴ്ചയിൽ 9.94 ലക്ഷം പേരാണ് ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് സ്ക്രീൻ ചെയ്തതിനു വേണ്ടിയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിന് മറ്റൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ളത്. ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് സ്ക്രീൻ ചെയ്തതിനു വേണ്ടിയുള്ള ഒരു രജിസ്ട്രേഷൻ ആയിരുന്നു 9.94 ലാക്സ്. കൂടാതെ സാധാരണ കാണുന്ന ചില സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് 1.25 ലക്ഷം പേരാണ് ഒരാഴ്ച കൊണ്ട് ഈ ഒരു ക്യാമ്പയിനു വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യത്തിലുമായിട്ടാണ് 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹെൽത്ത് മിനിസ്ട്രിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ക്യാമ്പയിൻ്റെ പേരാണ് സ്വസ്ഥ നാരി സശക്ത പരിവാർ അഭിയാൻ SNSPA. ട്രീ സർവീസ് എക്സസൈസ് തൃശൂൽ അണ്ടർവേ അലോങ് വെസ്റ്റേൺ ബോർഡർ. പടിഞ്ഞാറൻ അതിർത്തിയിൽ തൃശൂൽ അഭ്യാസം നടക്കുന്നു. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. തൃശൂൽ എന്ന എക്സസൈസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. പാകിസ്ഥാന്റെ വെസ്റ്റേൺ ബോർഡറിൽ നടക്കുന്ന ഒരു മിലിറ്ററി എക്സസൈസ് ആണ് എക്സസൈസ് തൃശൂൽ. ട്രീ സർവീസ്, അതായത് എയർഫോഴ്സ്, ആർമി, നേവി പങ്കെടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ് എക്സസൈസ് തൃശൂൽ എന്ന എക്സസൈസ്. ഇത് 30 ഒക്ടോബർ മുതൽ നവംബർ 13 വരെയാണ് തൃശൂൽ എന്ന ഈ ഒരു എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എക്സസൈസിന്റെ വളരെ പ്രധാനപ്പെട്ട ഫോഴ്സ് ആണ് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. കൂടാതെ BSF, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നീ മറ്റുള്ള പാരാമിലിറ്ററി ഫോഴ്സും പങ്കെടുക്കുന്നുണ്ട്. എന്നാലും ട്രീ സർവീസ് എന്ന് പറയുമ്പോൾ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് ആണ്. ഇതിന്റെ പ്രധാനമായിട്ട് ലക്ഷ്യം പറയുമ്പോൾ 3 സൈനിക ശാഖകൾക്കിടയിലും ഏകോപനം, ആശയവിനിമയം, ദൗത്യസന്നദ്ധ എന്നിവ വർദ്ധിപ്പിക്കുക എന്നതാണ്. അതായത് ടു എൻഹാൻസ് കോർഡിനേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മിഷൻ റെഡിനെസ് എമംഗ് ദി 3 മിലിറ്ററി ബ്രാഞ്ചസ്. 3 ബ്രാഞ്ച് എയർഫോഴ്സ്, ആർമി, നേവിയുടെ വളരെ പ്രധാനപ്പെട്ടതും അവരുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ കോർഡിനേഷൻ കുറച്ചുകൂടി നല്ല ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സസൈസ് ആണ് തൃശൂൽ എന്ന് പറയുന്ന എക്സസൈസ്. ഇന്ത്യയിലുള്ളൊരു എക്സസൈസ് ആണ്. മറ്റു രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ല. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്, ആർക്കിയോളജിസ്റ്റ് രവി കോർസെറ്റാർ എമംഗ് രാജ്യോത്സവ അവാർഡ് വിന്നേഴ്സ്. രാജ്യോത്സവ അവാർഡ് ജേതാക്കളിൽ പുരാവസ്തു ഗവേഷകൻ രവി കോർസെറ്റാറും ഉൾപ്പെടുന്നു. രാജ്യോത്സവ എന്ന ഈ അവാർഡ് നൽകുന്നത് ഏത് സംസ്ഥാനമാണ്? നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. കർണാടക സർക്കാരിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു അവാർഡ് ആണ് രാജ്യോത്സവ അവാർഡ്. കർണാടക രത്ന, അതുപോലെ തന്നെ കർണാടകത്തിലെ മറ്റൊരു അവാർഡ് ആണ് രാജ്യോത്സവ അവാർഡ്. ഈ വർഷം 70 പേർക്കാണ് രാജ്യോത്സവ അവാർഡ് നൽകിയിട്ടുള്ളത്. 70 പീപ്പിൾ. കാരണം എന്ന് പറയുമ്പോൾ കർണാടകയുടെയും 70th സ്റ്റേറ്റ്ഹുഡ് ഡേ ആണ്. അതായത് കേരള പിറവി പറയുന്ന പോലെ തന്നെ കർണാടകയുടെയും കർണാടക ദിനമാണ് നവംബർ 1. ഇന്ന് 70 വർഷം തികയാണ് കർണാടകയും. അതുകൊണ്ട് തന്നെയാണ് 70 പേർക്ക് 70ാമത്തെ കർണാടക ദിനമായിട്ട് അവാർഡ് നൽകുന്നത്. ഇതിൽ 5 ലക്ഷം രൂപയാണ് ക്യാഷ് അവാർഡായിട്ടും, കൂടാതെ മെഡൽ ആണെങ്കിൽ 25 ഗ്രാമിന്റെ ഒരു മെഡൽ ആണ് നൽകുന്നത്. ഒപ്പം തന്നെ സൈറ്റേഷൻ, അതായത് പ്രശസ്തി പത്രം. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.